ഇപ്പോൾ നടനും സംവിധായകനുമായ ശ്രീ ജോയ് മാത്യു കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, സഞ്ജയ് ലീല ബൻസാലിക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം ഹിന്ദു ഭീകരവാദം ഒരു കെട്ടുകഥയല്ല എന്ന് അനുരാഗ് കശ്യപ് രോഷത്തോടെ പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത സാഹചര്യങ്ങൾ ഈ അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സനൽകുമാർ ശശിധരൻ്റെ വീട്ടിലെത്തിയാണ് സെക്സി ദുർഗയുടെ പേരിൽ അദ്ദേഹത്തിന് ആ പേര് മാത്രം എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മഞ്ജു വാര്യർക്കും കമലിനും അവരുടെ ഭീതി പരസ്യമായി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായാണ് സംഘപരിവാർ വീക്ഷിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് മഹാപോക്രിത്തരാത്. കാരണം എന്താ പറയുക, ഇതൊന്നും കേരളത്തിൽ അനുവദിക്കപ്പെടേണ്ടതല്ല, കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യവുമല്ല. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ ഇത് പ്രാകൃത നിയമങ്ങളൊക്കെ. ഒരു മനുഷ്യൻ ഒരു സിനിമയിൽ അഭിനയിക്കണമോ, ഒരു സിനിമ എടുക്കണമോ, അല്ലെങ്കിൽ ഒരു നാടകം കളിക്കണമോ, ഒരു കവിത എഴുതണമെന്ന് തീരുമാനിക്കും ഇവരാര്? എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ജു വാര്യർ ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് മലയാളികൾ അംഗീകരിച്ച, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച, ഇന്ത്യയിലത്തെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ട്രസ് ആണ് അവര് ഇന്ന സിനിമയിൽ അഭിനയിക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ ഇവർ സംഘപരിവാരാര്? തീർച്ചയായും. പക്ഷേ ആ വിഷയത്തിൽ വളരെ തന്ത്രപരമായ സമീപനം ഏറ്റവും ഒടുവിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഫേസ്ബുക്കിൽ അവരുടെ മഞ്ജു വാര്യരുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ അവരെ ഈ പഠിപ്പിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ വളരെ കൃത്യമായ നിലപാട് ഇവിടെ പ്രതികരിക്കുന്ന BJPയുടെ പ്രതിനിധിയായ ശ്രീ ഗോപാലകൃഷ്ണൻ കൂടി സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് പ്രശ്നം മഞ്ജു വാര്യരല്ല, ഞങ്ങൾക്ക് പ്രശ്നം കമാലുദ്ദീനാണ് എന്ന്. കമാലുദ്ദീനോ ജോയ് മാത്യു എന്നുള്ളതൊന്നും ഈ BJPക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരന്മാരാണ്. ഞങ്ങൾക്ക് സൗകര്യമുള്ള സിനിമകളെടുക്കും, ഞങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഞങ്ങൾ സിനിമയോ ഞങ്ങൾ സ്വയം ആവിഷ്കരിക്കുകയോ ചെയ്യും. മാത്രമല്ല BJPയിൽ വിവരമുള്ള കുറെ ആൾക്കാരുണ്ട്. PS ശ്രീധരപിള്ള, മറ്റേ മുകുന്ദൻ, ഒരുപാട് ആൾ, കാനം രാജേന്ദ്രൻ, മറ്റേ കുമ്മനം, അതുപോലെ ഒരുപാട് വിവരമുള്ള ആൾക്കാരതിലുണ്ട്. നിങ്ങൾ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരെ വിളിച്ച് ചർച്ച ചെയ്യൂ. അല്ല, അങ്ങനെയല്ല. ആ നിലയ്ക്ക് വ്യക്തിപരമായ അധിക്ഷേപത്തിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവരുടെ ഒരു നിലപാടിനെ കുറിച്ച് താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. അവരുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നത് വേറൊരു നിലപാടാണ്. ഇത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല. ഒരു ഭീഷണിയുടെ മുമ്പിൽ പത്തിമുടക്കേണ്ടതല്ല ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് ഒരു തരത്തിലും അല്ല. പക്ഷേ അതിനൊരു നേതാവില്ല, അതിനൊരു ആഹ്വാനമില്ല. പക്ഷേ ആക്രമണം നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ സംഘപരിവാറിന് മാറി നിൽക്കാനും കഴിയും. സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേരളത്തിലുണ്ടോ? സംഘപരിവാർ എന്ന പേരിലുള്ള സംഘം തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ പല കൈയോടെ നിൽക്കുന്ന ആ ഒരു സംവിധാനം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. BJPയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്? അല്ലെങ്കിൽ BJP പറയുന്ന എന്താ പറയാ, ഈ സംഘപരിവാറോ അല്ലെങ്കിൽ യുവമോർച്ച അങ്ങനെയുള്ള സംഘടനാ നേതൃത്വം ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല. ഇത് ഫേസ്ബുക്കിലൊക്കെ വരുന്ന കുറെ വിദ്യാഭ്യാസമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത ആൾക്കാർ എഴുതുന്ന ഒരു എന്താ പറയാ, എന്തൊക്കെയോ വാചക കസർത്തിന് മുകളിൽ നമ്മളിതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞിട്ടില്ല, അവർ ഒരു വിലക്കേർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സംവിധായകൻ കമൽ പറയുകയാണ്, മാധവിക്കുട്ടിയുടെ കഥ സിനിമയാക്കുമ്പോൾ ഞാൻ ഭയക്കേണ്ടതുണ്ട്, അഭിനയിക്കുന്നവർ ഭയക്കേണ്ടതുണ്ട്. ആ ഭയത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് ഞാനും മഞ്ജു വാര്യരുമെന്ന്. ഒരർത്ഥത്തിലും ഒന്നും ഭയക്കേണ്ടതില്ല. കേരളത്തിലെ നല്ല സിനിമയെ സ്നേഹിക്കുന്ന കമാലുദ്ദീൻ അല്ല, കമൽ എന്ന മികച്ച സംവിധായകനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുണ്ട്. അവര് അദ്ദേഹത്തിന്റെ സിനിമയോടൊപ്പം നിൽക്കും. ഈ വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെയോ ഭയപ്പെട്ട് പിന്മാറേണ്ടതല്ല ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവിധ സപ്പോർട്ടും മഞ്ജു വാര്യർക്കും കൊടുക്കും, കമലിനും കൊടുക്കും, അറ്റ് എനി കോസ്റ്റ്. തീർച്ചയായും. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷീന ഷുക്കൂർ, കമല സുരയ്യാണോ കമലാണോ, ആരാണ് യഥാർത്ഥ ശത്രു? ഈ ആക്രമിക്കുന്നവരുടെ യഥാർത്ഥ ശത്രു ആരാണ്? ഞാൻ ഈ ചർച്ച കണ്ടിട്ട് ആകെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇപ്പം ട്രംപ് സത്യപ്രതിജ്ഞ എടുക്കുന്ന ദിവസം
അവിടുത്തെ അമേരിക്കയിലെ സ്ത്രീകൾ മുഴുവനും അദ്ദേഹത്തിനെതിരെയുള്ള ആശങ്കകളും ആ ഡിസ്റ്റർബൻസും ഒക്കെ എഴുതി വളരെ വ്യക്തമായിട്ട് അവരവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം കാണിച്ച്, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കാണിച്ച് നമ്മൾ കണ്ടതാണ്. അത്രയും സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ലോകമാണിത്. അപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ചർച്ച നടക്കുമ്പോൾ അതിലെന്ത് എഴുതി കാണിക്കുന്നു, നമ്മളെന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ്. നമുക്ക് ഈ അസഹിഷ്ണുത സഹിക്കാൻ വലിയ പാടാണ്. അത് ഏതർത്ഥത്തിലും ശരിയല്ല. നമ്മുടെ മുമ്പിൽ ഇവിടെ മഞ്ജു വാര്യർ എഴുതിയിട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അതിനെ ചൊല്ലിയാണ് നമ്മൾ ഡിസ്കഷൻസ്. അതിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും നമ്മൾ ഈ പറഞ്ഞ പോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായിട്ടുള്ള എഴുത്തുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചൊല്ലിയാണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. ഏത് രീതിയിലാണ്, എവിടെ നിന്നാണ്, ആരുടെ അസഹിഷ്ണുതയുടെ പുറത്താണ് മഞ്ജു വാര്യർ ഇങ്ങനെ ഭയന്ന ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുകയാണ്. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ചർച്ച കൊണ്ട്. ഇപ്പോൾ രാജേഷ് ബംഗ്ലാദേശിൻ്റെ ഇതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ വാട്സപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം മഞ്ജു വാര്യരുടെ എഴുത്ത് ഇവിടെ നമുക്ക് കുറച്ച് മുമ്പാണ് നമ്മുടെ കയ്യിൽ നിന്ന് IT ആക്ടിലെ 66A നഷ്ടം വന്നത്. ഒരുപാട് കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാതെ രാജേഷിനെ പോലുള്ളവർ ശ്രമിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ നെഗറ്റീവായിട്ടുള്ളതും ആളുകളുടെ ഡിഫമേഷന് വഴിവെക്കുന്നതുമായിട്ടുള്ള ഈ IT മേഖലകളിൽ ഇതുപോലത്തെ സോഷ്യൽ മീഡിയാസിൽ ഓൺലൈനിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെ നമുക്ക് നേരിടാൻ ഒരു സാഹചര്യം പക്ഷെ അതുകൊണ്ട് ആ മനോഭാവവും ആ നിലപാടും ഒന്നും ഇല്ലാതാകുന്നില്ലല്ലോ. ഈ ഒരു ചിന്തയ്ക്ക് മറ്റൊരു രൂപമുണ്ടാകും, മറ്റൊരു സംവിധാനം ഉണ്ടാകും. അതാണോ ഇവിടെ പ്രശ്നം? അല്ല, ഇവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ അസഹിഷ്ണുത ആളുകളെ ഭയപ്പാടിൽ എത്തിക്കുന്ന സാഹചര്യം ഇല്ലാണ്ടാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം. അതിനാണ് നമ്മളുടെ ചർച്ചകൾ വഴി വെക്കേണ്ടതും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും വേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഒരേപോലെ എന്നല്ല, പക്ഷേ ചില ആളുകളുടെ ഇപ്പോൾ എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ടല്ലേ. കൈവെട്ടിയ കേസിൽ ഏത് രീതിയിലാണ് അതിനെ ആളുകൾ സ്വീകരിച്ചതെന്നും, അതേസമയം ഇപ്പം മലപ്പുറത്ത് ഒരു മതമറിയയിൽ ഒരാൾ മരിച്ചപ്പം അവിടെ ഉണ്ടായ നിലപാട് എന്താണ്. നമ്മൾ നിലപാടുകൾ മാറി മാറി വന്നു. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളോട് ചിലരെടുക്കുന്ന സമീപനം, ചില സമയത്ത് ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ നിരന്തരം, അതൊക്കെ നിയമം എന്താണെന്നുള്ളത് നോക്കുക പോലും ചെയ്യാതെ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനോ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കാതെ പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചർച്ചകൾ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ഹിമ, മറ്റൊരു കാര്യം, ഇതൊരു സിനിമയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരാനുള്ളതാണ്. ഇത് ആദ്യഘട്ടത്തിൽ ഈ നിലയ്ക്കുള്ള എതിർപ്പുകൾ നേരിട്ടാൽ, ആദ്യം ഇതിൽ അഭിനയിക്കാനിരുന്ന നടി തന്നെ ഈ സിനിമ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവർക്ക് മറ്റൊരു കാരണവുമല്ല, ഇതൊക്കെ തന്നെയാണ് കാരണം എന്നത് വ്യക്തമാണ്. ആ നിലയ്ക്ക് കമലിനെതിരായ ആക്രമണം ശക്തമാവുകയും ആദ്യഘട്ടത്തിൽ, അതായത് ഇവിടെ ചലച്ചിത്രമേളയുടെ തുടർച്ചയായി നടന്ന ആക്രമണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ആ ഒഴിഞ്ഞുപോക്കും ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ മറ്റൊരു സ്ഥിതിയിലേക്ക് വന്നുപെട്ടിരിക്കുന്നു. ഇതൊരു സിനിമയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നത് ഈ നിലയ്ക്ക് നോക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരിക്കും? ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ചർച്ചകളും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നുള്ള കമൻസും സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഒരു പക്ഷം പിടിച്ചാൽ പക്ഷം പിടിക്കണോ, ശരിയെ കാണിക്കണോ, എന്താണ് വേണ്ടത്? അതൊരു ജീവചരിത്രമാണ്. ഇതിൽ എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് മാറുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ആമി അറിയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം വന്ന് ഇപ്പം നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അരക്ഷിതാവസ്ഥയിലാണ്. ഒരു കലാകാരൻ അവൻ്റെ സൃഷ്ടിയായി പുറത്തെത്തിക്കുന്നതിന് സാധിക്കുന്നില്ല. അതിൽ എപ്പോഴും ഫ്രെയിംഡ് ആയിട്ടുള്ള തോട്ട്സ് വേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ഒരു സിനിമ ഇതുപോലെ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ആക്രമണമായിരുന്നു. ആ സമയത്ത് അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആർക്കും ഒരു പരാതിയില്ല.
എന്താ അതുപോലെ ഇതിന് മുമ്പ് ഉണ്ടാക്കുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു, ഞങ്ങൾ നേതാക്കൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എടുത്തു നോക്കൂ, ഓരോ കമന്റ്സ് വരെ എത്രത്തോളമാണ് ഓരോ മനുഷ്യന്റെയും മനസ്സ് കേടായിട്ടുള്ളത്. ഞാൻ ഓപ്പോസിറ്റും പറയുന്നു. അതായത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ വേറൊരു തരത്തിൽ ഇഷ്യൂവിൽ ഇടപെടുന്നത് അതുപോലെ ഇമോഷണൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിലാണ് ഇടപെടുന്നത്. അപ്പൊ അത് രണ്ടും ഇതൊരു തരം രണ്ട് ബലാബലം പരീക്ഷിക്കുന്ന പോലെയാണ്. അതിനി മുസ്ലിം ഭാഗത്തു നിന്നായാലും സംഘപരിവാർ ഭാഗത്തുനിന്നാലും കമ്മ്യൂണിസ്റ്റ് ഭാഗത്തുനിന്നാലും ഒരു ആണധികാരത്തിന്റെ ഒരു ബലാബല പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ ഒരു സ്ത്രീ എന്ന നിലയിൽ ഫ്രസ്ട്രേഷനും ഒരുപാട് ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ശരീരത്തിന്റെ പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ശക്തമായ ഒരു സ്ത്രീയെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമയെ കുറിച്ച് ഇത്രയധികം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ചെയ്യുന്ന ഏരിയ ഏതാണ്? അത് രാഷ്ട്രീയമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരു സ്ത്രീ എന്ന നിലയിൽ ആമിയെ വിലയിരുത്താൻ എത്രത്തോളം ഈ സിനിമ തയ്യാറാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ സിനിമയോടുള്ള വീക്ഷണകോൺ. അതാണ് ആമി. ആ ആമിയെ മനസ്സിലാക്കാനായിട്ട് മലയാളി സമൂഹം എത്രത്തോളം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത് റിയാലിറ്റിയെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. സംഭവിച്ച കാര്യങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും പലതും സംഭവിക്കാം. അതിനെ ഇത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നതിനപ്പുറം അതിനൊരു കലാസൃഷ്ടി എന്ന ബഹുമാനമല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സ് ചെറിയ ഇടവേള കൂടി വേണം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.